വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും ബിബിയും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ച് അയ്യോ ഞാൻ എപ്പോൾ കമൻറ്റ് കണ്ടാലും അതിനകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഏത് വീഡിയോ ചെയ്താലും അതിനടിയിൽ ഒരു കമൻറ്റെങ്കിലും വന്നിട്ടുണ്ടാവും ഈ ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ വലിച്ച് നീട്ടുന്നില്ല. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡെലിവറി സ്റ്റോറിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ ഡെലിവറി സ്റ്റോറി നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. ഡെലിവറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്സ് ആണ് ഒരുപാട് വന്നിട്ടുള്ളത്. ബേബിയുടെ വെയിറ്റ്, നോർമൽ ഡെലിവറി ആയിരുന്നോ, സി സെഷൻ ആയിരുന്നോ, അതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് സി സെഷൻ ചെയ്യേണ്ടി വന്നത്, ഇങ്ങനെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെലിവറി സ്റ്റോറി വ്ളോഗ് ചെയ്യുമ്പോൾ, വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും ലാഗ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ലേ വന്നോടുകൂടി അവളുടെ ഒരു ടൈം റൊട്ടീനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാലാണ്. ഇപ്പോഴും ഞാൻ കറക്റ്റ് ട്രാക്കിലേക്ക് വന്നിട്ടില്ല. അവൾ ഉറങ്ങുന്ന ടൈം ആയാലും ഒന്നും ഒരു പ്രോപ്പർ ഒരു ഓർഡർ അല്ല കാര്യങ്ങളൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രീ ടൈം കിട്ടൽ ഭയങ്കര കുറവാണ്. എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന ടൈമിൽ ഞാൻ കിടന്ന് ഉറങ്ങും. കാരണം അല്ലാത്ത ടൈമിൽ നമുക്ക് ഉറക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അവൾ ഉറങ്ങുമ്പോഴാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ആ ടൈമിൽ വീഡിയോ എടുക്കാനുള്ളൊരു എന്താ പറയുക, ഇങ്ങനെ ഇരുന്ന് പറയാനുള്ള ഒരു ക്ഷമ എനിക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ ആയിരിക്കും ഉറക്കം വന്നിട്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കൽ കുറവാണ് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് ഈ ഡെലിവറി സ്റ്റോറിയുടെ വ്ളോഗ് വരാനായിട്ട് ഇത്രയും ലാഗായത്. ഇപ്പം അവള് കിടന്ന് ഉറങ്ങുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷെ അവൾ ഉറക്കം എണീറ്റ അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് അവളെ ഫീഡ് ചെയ്തിട്ട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ലേയുടെ ഉറക്കം പ്രോപ്പർ അല്ല, അവളുടെ റുട്ടീൻ കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഉറങ്ങുന്ന ടൈമിലാണ് എനിക്ക് എന്താ പറയുക ഉറങ്ങാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവൾ ഉറങ്ങുന്ന ടൈമിൽ ഞാനും കിടന്ന് ഉറങ്ങും. പിന്നെ ഇങ്ങനെ വന്നിരുന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ആ ഒരു ടൈമിൽ ഉണ്ടാവില്ല. കണ്ണൊക്കെ ഇങ്ങനെ ആയിരിക്കും ഉറക്കം തോന്നിയിട്ട്. ഇപ്പോഴാണ് കുറച്ച് നേരം നോക്കിയായത്. ഇപ്പോഴും അവളുടെ ഉറക്കം പ്രോപ്പർ അല്ല. പക്ഷെ ഞാൻ ഈ വ്ളോഗ് ഞാൻ ഇനിയും നീട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ എടുക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ഡെലിവറി സ്റ്റോറി എന്താണെന്ന് ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാം കേട്ടോ. എനിക്ക് 9 മന്ത് ആയ ടൈമിൽ 9 മന്ത് ആയപ്പോൾ നമുക്ക് 9 മന്തിൽ ഒരു റുട്ടീൻ ചെക്കപ്പ് ഉണ്ടാവും. ആ റുട്ടീൻ ചെക്കപ്പിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ വെയിറ്റ്, ഹൈറ്റ്, പ്രഷർ, എന്താ പറയുക ബ്ലഡ് പ്രഷർ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെയാണ്, നോർമലാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മൾ എന്നിട്ട് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് നവംബർ 21 നമുക്ക് സ്കാനിങ് ആണ്, 9 മാസത്തിൻ്റെ സ്കാനിങ് ആണ്. അപ്പോൾ അന്നാണ് നമ്മൾ ഡെലിവറി ഡേറ്റ്, അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് നമ്മൾ പറയാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് കഴിഞ്ഞ മെഡിസിൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മേടിച്ചു. ഞാൻ 9 മന്തിൻ്റെ റുട്ടീൻ ചെക്കപ്പിന് പോയ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര 9th മന്ത് ആയല്ലോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് തന്നെ എന്നാണ് അഡ്മിഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് 9th മന്ത് വ്ളോഗ് ഞാൻ ഇട്ടപ്പോൾ അതിൽ കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ 9th മന്ത് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലും ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊന്നും എനിക്ക് അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു നവംബർ 21 എനിക്ക് സ്കാനിങ്ങിന് പോകുമ്പോഴാണ് അഡ്മിഷൻ ഡേറ്റ് അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അറിയുന്നില്ല 22 ഞാൻ പ്രസവിക്കും എന്നുള്ള കാര്യം കേട്ടോ. എന്നിട്ട് 21 നവംബർ 21 അപ്പോൾ അതിനിടയിൽ എനിക്കിങ്ങനെ ചെറിയ പെയിനൊക്കെ വന്നപ്പോൾ പെയിൻ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിവയറിൻ്റെ അവിടെയൊക്കെ പെയിൻ കാര്യങ്ങൾ എനിക്ക് വരിക. അപ്പം അങ്ങനെ രാത്രി ഉറക്കമില്ലാത്ത ബുദ്ധിമുട്ട്, ഭയങ്കര പ്രശ്നങ്ങളായി തുടങ്ങി. കാരണം എനിക്കൊരു സ്റ്റാർട്ടിങ് ഫസ്റ്റ് മന്ത് ക്യാരിങ് എന്ന് അറിഞ്ഞ അന്ന് മുതൽ 8th മന്ത് വരെയും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഭയങ്കര പ്രശ്നം സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഭയങ്കര റിലാക്സ്ഡ്, എനിക്ക് എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ള ഒരു ടൈം പീരീഡാണ് എൻ്റെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ അത്രയും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പീരീഡാണ് എൻ്റെ പ്രഗ്നൻസി ജേണി. ഒരുപാട് പേരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് 9th മന്ത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളായി തുടങ്ങി. കാരണം എൻ്റെ രാത്രിയിലത്തെ ഉറക്കം പ്രോപ്പറല്ല. 2 മണി 3 മണിയാവാതെ എനിക്ക് ഉറക്കം വരുന്നില്ല. ഇനി ഞാൻ ഉറക്കത്തിൽ പെട്ടാൽ തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബാത്റൂം വിസിറ്റാണ്, യൂറിൻ പാസ് ചെയ്യാൻ പോകലാണ് പണി. അപ്പോൾ ഉറക്കം എൻ്റെ പ്രോപ്പറല്ല. പിന്നെ ഈ പെയിൻ, അടിവയറിൻ്റെ അവിടെ പെയിൻ വരിക. പിന്നെ വയറ് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കിടക്കണ പൊസിഷൻ ഉണ്ടല്ലോ അതും പ്രോപ്പറല്ല. കുറച്ച് നേരം ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ആ ഭാഗം ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് വേദന എടുക്കും. അപ്പോൾ റൈറ്റിലേക്ക് ചെരിഞ്ഞെടുക്കും. പിന്നെ സ്ട്രൈറ്റായി നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഞാൻ കുറച്ച് നേരമൊക്കെ നേരെ കിടക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ നവംബർ 21 ഞങ്ങൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ മെട്രോ ഹോസ്പിറ്റലിലാണ് കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് സ്കാൻ ചെയ്യാറുള്ളത്. ചാന്ദിനി വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ്, പേരൊക്കെ മറന്നുപോയി. ചാന്ദിനി വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് എനിക്ക് സ്കാനിങ് ചെയ്യണത്. അപ്പോൾ ആ ഡോക്ടർ തന്നെയാണ്, ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങൾ സ്കാൻ ചെയ്യാറുള്ളത് കേട്ടോ. പക്ഷേ 8th മന്തും 9th മന്തും ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ പോയിട്ടായി സ്കാനിങ്. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ പോയി നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാന്നുണ്ടെങ്കിൽ 12 മണിയാകുമ്പോഴേക്കും 12:30 മണിയാകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് വീട്ടിലെത്താം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഗ് വരും. ഒരു ദിവസത്തെ ഫുൾ ചുറ്റിക്കളിയാണ്. അപ്പോൾ എനിക്ക് അത്ര നേരം എനിക്ക് ക്ഷമിക്കാനുള്ളതില്ലാത്തതുകൊണ്ട് വീട്ടിൽ സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് സ്കാനിങ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ 9th മന്തിൽ 21 ഞങ്ങൾ ഇവിടുന്ന് രാവിലെ നമ്മൾ സ്കാനിങ്ങിനാണല്ലോ പോണേ. അപ്പോൾ എല്ലാ പ്രാവശ്യം പോണ പോലെ എനിക്ക് വലിയ ഇഷ്യൂസോ എനിക്ക് പെയിനോ കാര്യങ്ങളോ
ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് സാധാരണ നമ്മൾ ഹോസ്പിറ്റൽ ഫയൽ മാത്രം എടുത്തിട്ട് ഞങ്ങൾ സ്കാനിങ്ങിന് വേണ്ടി പോയി. അങ്ങനെ ഡോക്ടർ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഡോക്ടർ വീട്ടിൽ പോയി സ്കാനിങ് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു എനിക്ക് 8th മന്തിൽ ഫ്ലൂയിഡ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ആയിരുന്നു. അതിന് മുന്നേ എനിക്ക് 12 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 8th മന്ത് ആയപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് ലെവൽ 9 ആയി. അത് 9th മന്തിൽ, അതായത് 21-ാം തീയതി സ്കാനിങ്ങിന് പോയ സമയത്ത്, നവംബർ 21-ാം തീയതി സ്കാനിങ്ങിന് പോയ സമയത്ത് ഫ്ലൂയിഡ് ലെവൽ എന്ന് പറയുന്നത് 9 ഉണ്ടായിരുന്നത് 4 ആയി. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. വാട്ടർ ബ്രേക്ക് ആയതാണോ എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ വാട്ടർ ബ്രേക്ക് ആയാലും ഞാൻ അറിയുമല്ലോ, ഓൾറെഡി നമുക്കൊരു വെറ്റ്നസ്സും കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അറിയാം. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ 9 ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞ് 4 ആയി 21-ാം തീയതി പോയപ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ പ്ലാസിൻ്റെ പൊസിഷൻ, അതെനിക്ക് സ്റ്റാർട്ടിങ്ങിലെ ലോ ലൈൻ പ്ലാസിൻ്റെ ആയിരുന്നു. പിന്നെ ഒരു 8th മന്തിലെ സ്കാനിങ്ങിന് പോയ സമയത്ത് ഒരു 1 സെൻറ്റിമീറ്റർ എന്തോ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 9th മന്തിൽ അഗെയിൻ പ്ലാസിൻ്റെ ലെവൽ ചെക്ക് ചെയ്ത് പ്ലാസിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്ത സമയത്ത് വീണ്ടും ലോ ലൈൻ തന്നെയാണ് പ്ലാസിൻ്റെ പൊസിഷൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്കാനിങ് ഡോക്ടർ പറഞ്ഞു എന്നാണ് ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്ന ഡേ എന്നാണ്, നാളെയാണോ ഇന്നാണോ എന്ന് അറിയാനായിട്ട് ചോദിച്ചു. നാളെ എന്ന് വിചാരിച്ചിട്ടാണ് സ്കാനിങ് ഡോക്ടറിനെ എടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ല ഇന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡോക്ടറുടെ അടുത്തേക്ക്, അതായത് ജ്യോതി മാഡത്തിനെയാണ് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നത് മെട്രോ ഹോസ്പിറ്റലിൽ. അപ്പോൾ ആളുടെ അടുത്തേക്ക് റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ സ്കാനിങ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലൂയിഡ് ലെവൽ ഭയങ്കര കുറവാണ്, അപ്പോൾ നാളേക്ക് വേണ്ടി നിൽക്കണ്ട, ഇന്ന് തന്നെ പോയി കാണിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ അമ്മ സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു കേട്ടോ ഈ ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞു ഇന്ന് തന്നെ കാണിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ചിലപ്പോൾ ഇന്ന് അഡ്മിറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞല്ലോ. അപ്പോഴും ഞാൻ ഇന്ന് അഡ്മിറ്റ് ഒന്നും ആക്കില്ല, അങ്ങനെ ഒരു ഇതാണ്. കാരണം എനിക്ക് അഡ്മിറ്റ് ആവുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഡേറ്റ് പറയണം ആ ടൈമിൽ തന്നെ. പിന്നെ ചേട്ടൻ നാട്ടിലില്ല, അപ്പം എനിക്ക് ചേട്ടനെ വരാനുള്ള സാവകാശം വേണം, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അഡ്മിറ്റ് ഒന്നും ആവില്ല, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സാധാരണ നമ്മൾ ഈ റൂട്ടീൻ എന്താ പറയുക സ്കാനിങ് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് കൊടുത്ത് ഡോക്ടർ നമ്മൾ വിളിക്കാൻ വേണ്ടി നമ്മളവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ മുഴുവൻ ഞാൻ ചിന്തിക്കുകയാണ് അഡ്മിറ്റ് ആവാൻ പറയില്ല എന്നാണ് എൻ്റെ മൈൻഡിൽ. പക്ഷെ അമ്മ പറയണ ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞു, അപ്പോൾ വെള്ളത്തിലാണല്ലോ ഉണ്ണി കിടക്കുന്നത്, അപ്പോൾ ഇനി അതിൽ ലെവൽ കുറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ ചിലപ്പോൾ ഇന്ന് അഡ്മിറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത് ചിലപ്പോൾ പ്രഗ്നൻസി നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ അമ്മ അങ്ങനെ ഓരോന്നിരുന്ന് പറയണ്ടെങ്കിലും ഞാൻ ഇന്നൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഞാനിരിക്കണത് കേട്ടോ. അങ്ങനെ ഡോക്ടറെ ഞങ്ങളെ വിളിച്ച ടൈമിൽ എനിക്ക് ഇത്തിരി പേടിക്കുന്നുണ്ട്, കാരണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സ്കാനിങ് ഡോക്ടർ. പക്ഷെ ഞാൻ ഡോക്ടറുടെ റൂമിൽ പോയി ഫസ്റ്റ് എന്നെ കയറ്റും, എന്നെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അമ്മേനെ വിളിക്കട്ടെ. അപ്പം ഇതുവരെ അത് ആ ടൈം വരെ എനിക്ക് PV ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് 37 വീക്സ് അങ്ങോട്ട് ആയിട്ടുള്ളൂ. 37 വീക്സ് പ്ലസ് 4 ഡേയ്സ് ഉള്ളപ്പോഴാണ് 21-ാം തീയതി 37 വീക്സ് പ്ലസ് 4 ഡേയ്സ് ആയിരുന്നു എനിക്ക്. ആ ടൈമിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോണത്, ഡോക്ടർ ഇങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് നമ്മൾ ചെല്ലണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് അവിടെ കയറി കിടക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി കിടന്നു. അപ്പോൾ നോർമലി വയറിൻ്റെ മെഷർമെൻറ്റ് എടുക്കും, എൻ്റെ ജസ്റ്റ് വയറിൻ്റെ അവിടെ മെഷർമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പുറത്ത് വന്നിരിക്കും അമ്മേനെ വിളിക്കും, എന്നിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ അത് തന്നെയായിരിക്കും ഇന്നൊന്നും പ്രതീക്ഷിച്ച് ഞാൻ ആ റൂമിൽ കയറി ചെന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ കിടന്നു വയറിൻ്റെ മെഷർമെൻറ്റ് എടുത്തു പോന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. സ്കാനിങ് റിപ്പോർട്ട് കണ്ടു. ഇപ്പോൾ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് കണ്ട സമയത്ത് ഫ്ലൂയിഡ് ലെവൽ കുറവ്, ബേബിയുടെ ഹെഡ് ഡോക്ടർ കൈവച്ച് നോക്കുമ്പോൾ വയർമ നോക്കുമ്പോൾ ഹെഡ് ഇറങ്ങിയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് സ്റ്റക്കായി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് PV ചെയ്ത് നോക്കാം. ഞാനപ്പോൾ ദൈവമേ PV കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ട് പോലും ഇല്ലല്ലോ, ഇന്ന് PV ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല ഞാൻ. അപ്പോൾ എനിക്ക് അത്ര നേരം എനിക്ക് കുഴപ്പമൊന്നുണ്ടായിരുന്നു, അടുത്ത ആഴ്ച ആയിരിക്കും PV, അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. ഇത് എൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് PV ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പോയി യൂറിൻ പാസ് ചെയ്തിട്ട് വരുന്നു. അവൻ ഞാനും അമ്മയും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഡോക്ടർ റൂമിലല്ല, പുറത്ത് ബാത്റൂമിൽ പോയി നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയ ടൈമിൽ ഞാൻ അമ്മേനെ പിടിച്ചിട്ട് അമ്മയുടെ കൈ പിടിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാം. കാരണം എനിക്ക് ആ ടൈമിൽ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല, എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് കൈ പിടിച്ച് PV ചെയ്യാന്ന് പറഞ്ഞല്ലോ. PV എന്ന് പറഞ്ഞാൽ എന്ത് വലിയ സംഭവമാണെന്നാണ് എൻ്റെ വിചാരം, കാരണം പെയിൻ വരും അത്ര ഇതായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഞാൻ അമ്മയുടെ കൈ പിടിച്ചിട്ട് PV ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ചോദിച്ചു ഞാൻ അമ്മയുടെ അടുത്ത്. അപ്പം അമ്മ പറഞ്ഞു നീ എന്തുകൂടെ പറയണത്, വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞൊന്നും ശരിയാവില്ല, നീ പോയി ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്തിട്ട് ഡോക്ടർ ചെക്ക് ചെയ്യട്ടെ എന്ന്. എനിക്കപ്പോൾ തൊട്ട് വേറെ തുടങ്ങി, കാരണം എനിക്ക് പേടി വന്നാലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ സങ്കടം വന്നൊക്കെ എനിക്ക് പെട്ടെന്ന് വേറെ വരും. ഞാനാണെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ ഇന്ന് PV ചെയ്യും എന്നുള്ളത്. ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. എനിക്ക് എൻ്റെ അടുത്ത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഞാൻ ആ പോണ വഴി മുഴുവൻ ഞാൻ ആലോചിക്കുക ദൈവമേ PV ചെയ്യില്ല അങ്ങനത്തെ ഒരു ടെൻഷനാണ് എൻ്റെ മൈൻഡിൽ മുഴുവൻ കേട്ടോ. എന്നിട്ട് യൂറിനൊക്കെ പാസ് ചെയ്ത് ഡോക്ടറുടെ റൂമിലേക്ക് തിരിച്ചു വന്നു. അമ്മയും ഞാനും കൂടെ കയറി. എന്നോട് പറഞ്ഞു ബെഡിൽ പോയി കിടന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ PV ചെയ്യാൻ വന്നു. അപ്പോൾ എനിക്ക് നല്ല പേടിയാണ് ഉള്ളിൽ, എന്താണ് സംഭവം എന്താണെന്നൊന്നും അറിയില്ല, നല്ല പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഡോക്ടർ വന്ന് കിടുന്നതിന് ശേഷം PV കാര്യങ്ങൾ ചെയ്തു. അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് PV എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ, എന്താണ് സംഭവിച്ചത്, എന്താണ് ഉണ്ടായതെന്നൊക്കെ. PV ചെയ്യാന്ന് പറഞ്ഞ് PV ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇപ്പുറത്ത് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അമ്മ ഞാനും കൂടെ ഒരുമിച്ച് അവിടെ ഇരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന് PV ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്, കാരണം PV ഇന്ന് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഡോക്ടർക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഫ്ലൂയിഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്, സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടല്ലോ. പിന്നെ ബേബിയുടെ ഹെഡിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, പ്ലാസിൻ്റെ ആണെങ്കിൽ ലോ ലൈങ് പ്ലാസിൻ്റെ ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മളിപ്പോൾ ഞങ്ങളടുത്ത് കാര്യങ്ങൾ പറഞ്ഞു, അതായത് നമുക്ക് നിങ്ങൾ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവമേ ഇന്ന് അഡ്മിറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, PV ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. PV ചെയ്തു, അഡ്മിറ്റാക്കി, ഇന്ന് അഡ്മിറ്റ് ആവും, നിങ്ങൾ ഇന്ന് വീട്ടിലേക്കൊന്നും പോകണ്ട, ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്ന് നിങ്ങളിവിടെ അഡ്മിറ്റ് ആയിക്കോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ, അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇവളുടെ ബേബിയുടെ ഹെഡ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, പ്ലാസിൻ്റെ ലോ ലൈങ് ആണ്, ഫ്ലൂയിഡ് ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇനിയിപ്പോൾ ഇപ്പോൾ നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഭയങ്കര കുറവാണ്. ഇനിയിപ്പോൾ ട്യൂബ് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബ് ഇൻസെർട്ട് ചെയ്യുമല്ലോ, ആ ട്യൂബ് ഇൻസെർട്ട് ചെയ്താൽ പോലും ഡൈലേഷൻ വരാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല, ഡൈലേറ്റ് ആവില്ല എനിക്ക്, കാരണം എനിക്ക് അങ്ങനെ യൂട്രസ് ഡൈലേറ്റ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒരു റിസ്ക് എടുക്കണ്ട. പിന്നെ ചിലപ്പോൾ പ്ലാസിൻ്റെ ലോ ലൈങ് ആയതുകൊണ്ട് ബ്ലീഡിങ് ആവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് വെറുതെ റിസ്ക് എടുക്കണ്ട, നമുക്ക് സിസേറിയൻ ചെയ്യാം, C സെക്ഷൻ ചെയ്യാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സിസേറിയൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നോർമൽ ഡെലിവറിയുടെ വേദന മുഴുവൻ എടുത്തിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നാലുള്ള എൻ്റെ അവസ്ഥ ഞാനൊന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. കാരണം നമ്മൾ നോർമൽ ഡെലിവറിയുടെ പെയിൻ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മരണ വേദനയാണെന്നുള്ളത്. അത്രയും പെയിൻ എടുത്തിട്ട് പിന്നെ C സെക്ഷൻ ചെയ്യാന്ന് പറയുമ്പോൾ 2 വേദന നമ്മൾ അനുഭവിക്കണം. ഇതായിരുന്നു എൻ്റെ ഒരു 7ാം മാസം തൊട്ടുള്ള പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എനിക്ക് അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 8th 9th മന്തൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും പറയാണ്, കാരണം ഞാനിവിടെ ഞങ്ങളുടെ അടുത്ത വീടിൻ്റെ അവിടെ ഉള്ള 2 ചേച്ചിമാരെ പ്രസവിച്ചിട്ട് ഞാൻ കേട്ടു, അവർക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി മെഡിസിനും കാര്യങ്ങളും വെച്ച് ട്യൂബൊക്കെ ഇട്ടു, എന്നിട്ടും ഡൈലേറ്റ് ആയില്ല. അപ്പം അത്രയും നേരത്തെ വേദന അവർ അനുഭവിച്ചിട്ട് അവരെ C സെക്ഷൻ ചെയ്തു. ഈ കഥയൊക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ മുഴുവൻ ദൈവം എനിക്ക് അങ്ങനെ ഒന്നും ആവല്ലേ എന്നായിരുന്നു. കാരണം ഒന്നെങ്കിൽ നോർമൽ ഡെലിവറി ആണ്, പ്രോപ്പറായിട്ട് നോർമൽ ഡെലിവറി തന്നെ നടക്കണം, അല്ലെങ്കിൽ C സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ C സെക്ഷൻ തന്നെ നടക്കണം. 2 വേദന അനുഭവിക്കാനുള്ള ശേഷി എനിക്കില്ല എന്നുള്ളത് ഞാനിങ്ങനെ എപ്പോഴും നമ്മൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കില്ലോ. അപ്പോൾ ഞാനിങ്ങനെ പറയൂട്ടാ. അപ്പോൾ ഡോക്ടർ ഓൾറെഡി 21-ാം തീയതി തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് C സെക്ഷൻ തന്നെയാണ്, നമുക്ക് എന്താ പറയുക പോസിബിലിറ്റി C സെക്ഷൻ ആണ്. കാരണം നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ട്യൂബ് ഇൻസെർട്ട് ചെയ്താൽ പോലും ഡൈലേഷൻ വരില്ല, പിന്നെ അതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് നമ്മൾ വെറുതെ ഇതിനെല്ലാം അറിഞ്ഞിട്ട് അത് ചെയ്യണം, നമുക്ക് C സെക്ഷൻ ചെയ്യാമെന്നോ. അപ്പം അമ്മ ഓക്കെ കുഴപ്പമില്ല, ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ, നമുക്കപ്പോൾ അത് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കൊള്ളു. നമ്മൾ ആ ടൈമിൽ ഒന്നും എടുത്തിട്ടില്ല, ബാഗോ ഡ്രസ്സോ, നമ്മൾ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ബാഗ് പാക്കിങ്ങിന് എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അഡ്മിറ്റ് ആവും എന്നുള്ളത് അറിയാത്തതുകൊണ്ട് നമ്മൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡോക്ടറുടെ അടുത്ത്, ഞങ്ങൾ ബാഗോ കാര്യങ്ങളോ ഒന്നും അഡ്മിറ്റ് ആവാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബാഗും കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളത് വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് നാളെ രാവിലെ ഞങ്ങൾ അഡ്മിറ്റ് ആയ പോരേ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ലില്ല നിങ്ങൾ ഇന്ന് എവിടേക്കും പോകണ്ട, നിങ്ങൾ നാളെ രാവിലെ ഒന്ന് അഡ്മിറ്റ് ആവണ്ട, നിങ്ങൾ ഇപ്പം തന്നെ അഡ്മിറ്റ് ആവുക, നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വീട്ടിൽ നിന്ന് ആരോടെങ്കിലും അത് ഇവിടേക്ക് എത്തിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഉറപ്പായി ഡോക്ടർ ഇനി നമ്മളെ വീട്ടിലേക്ക് വിടില്ല എന്നുള്ളത്. കാരണം പോകണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം ആയതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഭാഗത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ ഹോസ്പിറ്റലിൻ്റെ വഴി മുഴുവൻ വെട്ടി പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരാന്നുള്ളത് അത്ര എളുപ്പമല്ല, വളഞ്ഞ് തിരിഞ്ഞൊക്കെ വേണം വരണമെങ്കിൽ. അപ്പോൾ ഡോക്ടർ അതൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇന്ന് അഡ്മിറ്റ് ആവാം, ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോകണ്ട, കാരണം ബാഗും കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ മതി എന്ന്. ഓക്കെ അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പോയി റൂമിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, നമുക്ക് റൂം എടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ടെസ്റ്റൊക്കെ ഉണ്ടാവും ഈ ഓപ്പറേഷനാന്ന് പറയുമ്പോൾ, അനസ്തേഷ്യയുടെ ഇതിൻ്റെയൊക്കെ അലർജി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ വയർ ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക്, അപ്പോൾ ഡോക്ടർക്ക് ഡൗട്ടായി ഇന്ന് തന്നെ ചെയ്യണോ നാളെ ചെയ്താൽ മതിയോ എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് 22-ാം തീയതി രാവിലെ 8:30 നമുക്ക് ചെയ്യാം, ഇന്ന് എന്തായാലും ചെയ്യണം, ഇന്ന് നിങ്ങൾ അഡ്മിറ്റായി റൂമൊക്കെ എടുത്ത് റിലാക്സ് ആയിരിക്കുക, നാളെ മോർണിംഗ് 8:30 നമുക്ക് ഓപ്പറേഷൻ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങനെ വിളിച്ചു പറഞ്ഞു. അവിടെ ചേട്ടൻ്റെ പപ്പനും മമ്മീനെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ബാംഗ്ലൂരാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഡെലിവറിക്ക് വരണം ഭയങ്കര എനിക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു. കാരണം എനിക്ക് ചേട്ടൻ വരണം അങ്ങനെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ദൈവമേ എന്താ ഡേറ്റും കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ ലീവിനനുസരിച്ച് ആവണേ എന്നുള്ളത്. പക്ഷെ അതൊന്നും എന്തോ ആയില്ല. ഇവൾക്ക് വരാൻ ടൈമായിട്ടുണ്ടോ അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ അപ്പോൾ ഓഫീസിലായിരുന്നു. കാരണം ഞാൻ സ്കാനിങ്ങിന് പോയി തന്നല്ലോ, ഇന്ന് അഡ്മിറ്റ് ആവുന്നൊന്നും അറിയില്ല. അപ്പോൾ ചേട്ടൻ ഓഫീസിലാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനൊരു കാര്യം ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഓഫീസിൽ പറഞ്ഞ് ചേട്ടൻ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി ട്രെയിൻ കയറി.
എന്നിട്ട് ഞങ്ങളിവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിലാണല്ലോ. അപ്പോഴേക്കും മോശം കഴിഞ്ഞപ്പോഴേക്കും പപ്പ സാധനങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പനിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സിസ്റ്റേഴ്സ് റൂമിൽ വന്ന ഇടയ്ക്ക് നമ്മുടെ പ്രഷർ, BP ലെവൽ കാര്യങ്ങൾ, പനി ഉണ്ടോ എന്നൊക്കെ നോക്കും. അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അലർജി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൈമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ റൗണ്ട് വരച്ചിടും ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ചൊറിച്ചിലോ കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. നവംബർ 21 അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അന്ന് അഡ്മിറ്റായി നമ്മുടെ അടുത്ത് പറഞ്ഞു 22 മോർണിംഗ് ആണ് ഓപ്പറേഷൻ എന്നുള്ള കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മൾ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു. മമ്മി അപ്പോഴേക്കും അവിടെ നിന്ന് വന്നു. മമ്മി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മമ്മി വൈകിട്ടായപ്പോഴത്തേനും മമ്മി വീട്ടിലേക്ക് പൊക്കോന്ന് പറഞ്ഞു. കാരണം പിറ്റേ ദിവസമാണല്ലോ ഓപ്പറേഷൻ ഉള്ളത്. അപ്പോൾ പിന്നെ ഞാനും മമ്മിയും മാത്രം ഹോസ്പിറ്റലിൽ നിന്നാൽ മതി എന്നുള്ളതിൽ മമ്മീനെ വീട്ടിലേക്ക് വിട്ടു. മമ്മി വീട്ടിൽ പോയി. അന്ന് വൈകുന്നേരം 22 പുലർച്ചെ 3 മണിയായപ്പോൾ ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. ട്രെയിൻ ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഡെലിവറിക്ക് കയറ്റണതിന് മുന്നേ ചേട്ടൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ഡെലിവറി ടൈമിൽ ത്രൂ ഔട്ട് ചേട്ടൻ അവിടെ പുറത്തുണ്ടാവണം, ലേബർ റൂമിൽ പുറത്തുണ്ടാവണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ 3 മണിയായപ്പോൾ കറക്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നേരെ ഹോസ്പിറ്റലിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വന്നാണ് ഫ്രഷ് ആയതും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഒരു 5 മണി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേദിവസം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു ഗ്ലാസ് പാൽച്ചായ മാത്രം, വേറെ ഒന്നും കഴിക്കരുതെന്ന് അനസ്തേഷ്യ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കുളിച്ച് ഫ്രഷായൊക്കെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ച് ഫ്രഷായി ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അതിന് മുന്നേ നമ്മുടെ നഴ്സുമാർ വന്നിട്ട് നമ്മളുടെ ഈ വയറ് ക്ലീൻ ആക്കണ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ നേരെ പോയി കുളി കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു 7:30 7:45 ആയപ്പോഴത്തേനും നമുക്ക് ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും. ഓപ്പറേഷൻ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇടാനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെയർ ചെയ്തിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടു മുടിയൊക്കെ അമ്മ കെട്ടി വെച്ചെന്ന് സെറ്റായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് വലിയ പേടിയൊന്നുമില്ല. കാരണം എനിക്കറിയാലോ ഓപ്പറേഷനാണ്, അനസ്തേഷ്യ തരും, ഞാനൊന്നും അറിയില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിൻ്റെ വെയിൽ ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ്. അത് കഴിയുമ്പോഴല്ലേ അപ്പം ആലോചിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. ഓപ്പറേഷന് പോകണ വരെ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. പെയിൻ ഉണ്ടാവില്ല, കാരണം അറിയില്ല അനസ്തേഷ്യ തരണു, ഞാനൊന്നും അറിയില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ചേട്ടനെ നോക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. എനിക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയുള്ള ഒരു ടെൻഷനൊക്കെ എനിക്ക് അപ്പം തൊട്ട് വന്നു തുടങ്ങി ഈ ഡ്രസ്സ് മാറിയതിന് ശേഷം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെച്ചർ കൊണ്ടുവരും. സ്ട്രെച്ചറല്ല മറ്റേ വീൽ ചെയർ കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു എന്തിനാ വീൽ ചെയറിലൊക്കെ പോകണം, എനിക്ക് നടക്കാൻ പറ്റും, ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിച്ചില്ല. എന്നെ വീൽ ചെയറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്നെ അതിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് ആ ടൈമിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ചെറിയ സങ്കടം ഉണ്ടായിരുന്നു ആ ടൈമിൽ റൂമിൽ നിന്ന് പോകുമ്പോൾ. എനിക്ക് ഇനി തിരിച്ചെങ്ങനെയാണെങ്കിലും വരാൻ പറ്റും, അങ്ങനത്തെ ഒരു പേടി, ഒരു ജാതി ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ആയിരുന്നു അപ്പോൾ മൈൻഡിൽ. അതെല്ലാം ഒരു ആൾക്കാർക്കൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ എന്തോരൊക്കെ മൈൻഡ് മാറ്റാൻ നോക്കിയാലും ആ ഒരു ഇതിലേക്ക് വരുന്നത്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ആ വീൽ ചെയറിലിരുന്ന് എന്നെ ഇങ്ങനെ വരാന്തയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് നേരെ കയറ്റണം. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുന്നേ കണ്ണൊക്കെ പറഞ്ഞു. എനിക്ക് ചേട്ടൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി എന്നെ ആശ്വസിപ്പിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറ്റണം. അപ്പോൾ ആ ടൈമിൽ എൻ്റെ പപ്പയും ചേട്ടൻ്റെ പപ്പയും അമ്മയും അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ എൻ്റെ അമ്മയും ചേട്ടനും മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യൂറിന് വേണ്ടിയിട്ട് കത്തീറ്റർ ഇടുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളും. അപ്പോൾ എന്നെ അതിൽ കയറ്റി കിടത്തിയപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നഴ്സുമാരായാലും പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചേച്ചിമാരുണ്ടാവില്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, കുറേ ആയ ചേച്ചിമാർ, അവരായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പേടിക്കൊന്നും വേണ്ട കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട, റിലാക്സ് ആയിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡോക്ടറായാലും അനസ്തീഷ്യ ഡോക്ടറായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ എന്നെ അവിടെ കൊണ്ട് കിടത്തി കഴിഞ്ഞിട്ടാണ് യൂറിന് കത്തീറ്റർ ഇടുന്നത്. അപ്പോൾ കത്തീറ്റർ ഇടുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ലോണം പെയിൻ എടുക്കും എന്നുള്ളത്. അപ്പോൾ അവരങ്ങനെ പെയിൻ ഇടുന്ന ടൈമിൽ കത്തീറ്റർ ഇടുന്ന ടൈമിൽ എനിക്ക് നല്ല പെയിൻ വന്നു. കാരണം അത്ര നേരം എനിക്ക് പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കറക്റ്റ് അതിനുള്ളിൽ ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വേദന എടുക്കും. എനിക്ക് ചെറിയൊരു വേദന എനിക്ക് എടുത്തു, പക്ഷെ നമുക്ക് സഹിക്കാം, അതന്നെ ഉള്ളൂ. പക്ഷെ ആ ഒരു ടൈമിൽ അയ്യോ എന്നുള്ളൊരു ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അവിടെ കിടക്കുന്നതാണ്. കാരണം നമുക്ക് 8:30 8:15 ആയിട്ടുള്ളൂ. അപ്പോൾ ആ ടൈമിൽ അപ്പോഴാണ് പപ്പയും മമ്മിയും അവിടുത്തെ പപ്പയും മമ്മിയും ഇവിടുത്തെ എൻ്റെ പപ്പയ്ക്ക് വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നഴ്സുമാർ പറഞ്ഞു അവർ റിക്വസ്റ്റ് ചെയ്യേണ്ടത് കാണണം എന്നുള്ളത്. ഈ ഡേയിൽ 22 എൻ്റെ ഓപ്പറേഷൻ മാത്രം അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പയും മമ്മിയും പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് കാണണം, ഒന്ന് കയറി കാണട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ കണ്ടോളൂ. അപ്പോൾ ഞാൻ കത്തീറ്ററൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ ടൈമിൽ അവിടുത്തെ പപ്പയാണ് കേട്ടോ ആദ്യം വന്നത്. എനിക്ക് പപ്പ കാണാൻ ഭയങ്കര കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ. അപ്പോൾ പപ്പ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പേടിക്കുന്നു വേണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഒക്കെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത്ര നേരം എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നില്ല. പപ്പ ഒന്നങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി തുടങ്ങി. അതിന് മുന്നേ ചെറിയ പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരിങ്ങനെ വന്ന് കണ്ടപ്പോഴേ ഇനി എന്താണോ ഉണ്ടാവുക അങ്ങനെ ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. അത്
കഴിഞ്ഞ് പപ്പ മാത്രമേ വരുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ചേട്ടൻ്റെ പപ്പ എന്നിട്ട് പറയണേ. അപ്പോൾ ചേട്ടൻ്റെ പപ്പ വന്ന് കണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ്റെ മമ്മി വരുന്നു, ചേട്ടൻ്റെ ബ്രദർ വരുന്നു, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ വരുന്നു. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പേടിയാവുക, ഇനി എന്തെങ്കിലും പ്രശ്നം എനിക്ക് ഉണ്ടാവും, ഇവരെല്ലാവരും മാറി ഒന്ന് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ. എൻ്റെ അമ്മ മാത്രം വന്നില്ല, കാരണം ആൾക്ക് എൻ്റെ മൈൻഡ് അറിയാം. അപ്പോൾ അമ്മ മാത്രം വന്നില്ല. ലാസ്റ്റ് എല്ലാവരും വന്ന് കണ്ടുപോയതിനു ശേഷം ചേട്ടൻ കയറിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുണ്ടായി. കണ്ണിനൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം വന്നു തുടങ്ങി, കരഞ്ഞടങ്ങി. ഞാൻ കരഞ്ഞത് കണ്ടിട്ടാണ് ചേട്ടൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടന്നത്. അപ്പോൾ ചേട്ടനും കരഞ്ഞു തുടങ്ങി. കാരണം ഞാൻ ഓൾറെഡി കരഞ്ഞ കണ്ടിട്ടാണല്ലോ ചേട്ടൻ കടന്നത്. അപ്പോൾ ചേട്ടനും ആകെ സങ്കടമായി. അപ്പോൾ ചേട്ടൻ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നഴ്സിൻ്റെ അടുത്ത് ഇനി ആരും കയറ്റെടുത്തിട്ടാന്ന് ഞാനോടും വരണ്ടാന്ന് പറയുന്നു. അപ്പോൾ സിസ്റ്റർ അവർക്ക് മനസ്സിലായി. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു ഇനി ആരും വരണ്ടാട്ടി, കുട്ടി കരഞ്ഞിട്ട് നീരൊഴിച്ചും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ആരും ഇനി വരണ്ടാവും. അത് പിന്നെ അപ്പം ലാസ്റ്റ് വന്ന് എന്നെ കണ്ടത് ചേട്ടനാണ്. അതിന് ആരും വന്നിട്ടില്ല. എൻ്റെ അമ്മ വന്നില്ല. ഞാൻ അപ്പം ചിന്തിച്ചു അമ്മ എന്താ വരാത്ത, പക്ഷെ അമ്മയ്ക്ക് എൻ്റെ മൈൻഡ് അറിയാം. വന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും എന്നുള്ള കാരണം അമ്മ വന്നില്ല. അപ്പോൾ അമ്മേന് മുന്നേ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുന്നേ അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇവരെല്ലാവരും വന്ന് കാണുന്ന ടൈമിൽ അമ്മ കണ്ടില്ല കേട്ടോ. അതെന്തോ ഞാൻ പിന്നെ ആലോചിച്ച് നന്നായി ഇത് വരായിരുന്നു. വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടി കൂടുള്ളൂ. പക്ഷേ അങ്ങനെ എല്ലാവരും വന്ന് കണ്ടൊക്കെ കഴിഞ്ഞ് കറക്റ്റ് 8:30 ആയിട്ടില്ല, 8:25 ആയപ്പോഴത്തേനും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മുടെ മറ്റേ സ്ട്രക്ചറിലേക്ക് എടുത്തിട്ട് തന്നെ കൊണ്ടുപോയി. ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ ചിരിച്ചെടുത്തി നമ്മുടെ ഈ നട്ടല് ഇഞ്ചക്ഷൻ തരും, അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ തന്ന് കഴിഞ്ഞപ്പോൾ ആ ഇഞ്ചക്ഷൻ കയറുമ്പോൾ നമുക്ക് ചെറിയൊരു കടച്ചൽ പോലെ ഒരു പെയിൻ പോലെ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഞെളിയും. അപ്പോൾ ആ ടൈമിൽ അനസ്തേഷ്യ ഡോക്ടർ പറയുന്നത് അനങ്ങാണ്ട് എടുക്കുക. പക്ഷെ നമ്മൾ എന്തോരം അനങ്ങാണ്ട് എടുക്കാൻ നമ്മൾ ട്രൈ ചെയ്താലും നമുക്ക് ആ മെഡിസിൻ കയറുന്നതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കടച്ചൽ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ് ആ ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഞെരിപ്പിടിയുള്ളതെന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് ഇളകും. പിടിച്ചിട്ട് നമ്മളെ ഇങ്ങനെ തലയും എന്താ പറയുക മുട്ടും കൂടിയിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ അവർ പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ വളയാനൊക്കെ പറ്റും. ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രഷർ ചെയ്തിട്ടൊന്നുമല്ല. അതൊന്നും ഒരു പെയിൻ അല്ല കേട്ടോ. ഈ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴും പെയിനൊന്നുമല്ല, ഒരു ചെറിയൊരു കടച്ചൽ പോലെ അത്രേ ഉള്ളൂ. പക്ഷെ അത് കയറുന്ന ടൈമിൽ നമുക്ക് വലിയ സുഖമില്ല. പക്ഷെ ആ ഒരു നേരത്തുള്ളൂ. അത് മെഡിസിൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അവിടെ ഫുള്ള് തളർന്നു, ഒന്നും അറിയില്ല. അതായത് തരിച്ചു എല്ലാം. പക്ഷെ നമുക്ക് ഓർമ്മയുണ്ട് എല്ലാം തരിച്ച് കയ്യും വയറും എല്ലാം കാലൊക്കെ തരിച്ചിട്ടുണ്ടാവും. നമുക്കൊന്നും അറിയണില്ല. പക്ഷെ നമുക്കെല്ലാം നമ്മളറിയും എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ എൻ്റെ മുന്നിൽ എന്തോ ഒരു കേട്ടൻ പോലെ ഒരു സംഭവം ഇട്ടു. എൻ്റെ കണ്ണിൽ എന്തോ ഒരു തുണിയാണ് എന്തോ വെച്ച് മറച്ചു. എനിക്കൊന്നും കാണില്ല. ഞാൻ അതിന് മുന്നേ ഇവിടുന്ന് റൂമിൽ നിന്ന് പോകുന്നതിന് മുന്നേ 21-ാം തീയതി അഡ്മിറ്റ് ആയല്ലോ. അപ്പോൾ ഞാൻ അമ്മോടും അതുപോലെ ചേട്ടൻ പുലർച്ചെ വന്നപ്പോൾ വന്ന സമയത്തൊക്കെ ഞാൻ ചേട്ടനോട് അമ്മോടൊക്കെ ഇരുന്നിട്ട് പറയാട്ടാ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഓപ്പറേഷന് കൊണ്ടുപോകുമ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു നീ കണ്ണൊന്നും തുറക്കണ്ട, കണ്ണടച്ച് കിടന്നാൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചേട്ടനും അമ്മേൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ കണ്ണൊക്കെ തുറക്കും, എനിക്കെല്ലാം കാണണം, എനിക്ക് കയറുന്നതും മുറിക്കണതൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണ് ഞാൻ. പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അവർ ഫുള്ള് കേട്ടനും തുണിയൊക്കെ വെച്ചുകൊണ്ട് എനിക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഓരോ ലെയർ കയറുമ്പോഴും ഒരു ലെയർ 2 ലെയർ അങ്ങനെ അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ എന്നെ ഇവിടെ കിടത്തി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഗൈനക്കോളജി ഡോക്ടർ ജ്യോതി മാഡം തന്നെയാണ് എനിക്ക് സിസേറിയൻ ചെയ്തത്. ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ടൈമിൽ എനിക്ക് ബോഡി ഫുള്ള് ധരിച്ചിരിക്കുകയാണ്, എനിക്കൊന്നും അറിയണില്ല. പക്ഷെ എന്താ പറയുക, നമുക്ക് എന്തൊക്കെയോ ഇങ്ങനെ എന്ത് കുത്തണ പോലെ അങ്ങനെ എനിക്ക് എന്തായാലും പറയാന്നറിയില്ല. ഇങ്ങനെ ആക്കണ പോലെയൊക്കെ തോന്നും. പക്ഷെ നമുക്ക് വേദനയൊന്നും എടുക്കണില്ല. അങ്ങനെ കീറുണ്ടെന്നുള്ളത് നമുക്കറിയാം. അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഓരോ ലെയർ കീറുമ്പോഴും അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കീറി അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താവത്തെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടൊരു കരച്ചിൽ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവളിങ്ങനെ പൊന്തിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിലുള്ള ആ കേട്ടൻ മാറ്റി കണ്ണുമ്മത്തെ ഈ തുണി എടുത്തു. എന്നിട്ട് ഉണ്ണീനത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എനിക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ. അപ്പോൾ ഇവളെ എന്താ പറയുക, എനിക്ക് ഇവളെ ഫേസ് കാണാനില്ല, അവളെ ഗേൾ ബേബി ആണെന്ന് പറഞ്ഞിട്ട് ഇവളുടെ താഴത്തെ ഭാഗം എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ മുഖം കാണാനില്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ നോക്കണം. പക്ഷെ എനിക്ക് പെട്ടെന്ന് പെൺകുട്ടിയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പെൺകുട്ടി വേണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ആണെന്ന് അറിഞ്ഞ ആ ടൈം തൊട്ടിട്ട് ഞാനും ചേട്ടനും വിചാരിച്ചിട്ടുള്ള കാര്യം പെൺകുട്ടി ആയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ നമുക്ക് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ നീച്ചരിക്കൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കാമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു എന്തോ പെൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവളെങ്ങനെ എടുത്തിട്ട് പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് കാണിച്ചു തരുന്നത് ഇവളുടെ താഴ്ഭാഗമാണ്. ഇവളുടെ ഫേസ് എനിക്ക് കാണുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കാം, ഞാൻ കിടക്കാണല്ലോ, എനിക്കതിനും ഒന്നിനും പറ്റില്ല. ഇവർ കിടന്നിട്ട് ഞാൻ നോക്കുമ്പോൾ കുഞ്ഞു അപ്പോഴേക്കും അവരെടുത്തു. അവർ പറഞ്ഞു ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാട്ടാന്ന് പറഞ്ഞിട്ട് ബേബീനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് അവർ കൊണ്ടുപോയി. അപ്പോൾ ആ ടൈം കൊണ്ടാണ് എനിക്ക് എൻ്റെ അവിടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഡോക്ടർ സ്റ്റിച്ചുകളിലും കാര്യങ്ങളൊക്കെ ആ ടൈം കൊണ്ടാണ് ചെയ്യണം. ഇവളെ കൊണ്ടുപോയി ഇവളെ ഭയങ്കര കരച്ചില്ല, കാറി കുളിക്കണം. അത് കഴിഞ്ഞ് ഇവളെ ക്ലീൻ ചെയ്ത് ഫുൾ സെറ്റാക്കി ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് അത് കഴിഞ്ഞ് എൻ്റെ സ്റ്റിച്ച് ഇടുന്ന ടൈമിൽ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ കവളിങ്ങനെ വെച്ച് നോക്കിയപ്പോഴും ഭയങ്കര ചൂട്. അപ്പോൾ പെൺകുട്ടിയാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ അവളെ ഫേസ് മര്യാദയ്ക്ക് കാണാം. അപ്പോൾ എനിക്ക് കുഞ്ഞി കണ്ടു ചേട്ടൻ്റെ പോലത്തെ സെയിം കണ്ണിഞ്ഞും എല്ലാവരും വരുമ്പോൾ ചായ മാറുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചേട്ടൻ്റെ പോലത്തെ കണ്ണും നല്ല എന്താ പറയുക ചോന്നിട്ടുള്ള
കുഞ്ഞു ചുണ്ടും നല്ല കളറിൽ നല്ലൊരു ഗുണ്ടുപടി. അപ്പോൾ കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടിങ്ങനെ പിടിച്ചപ്പോൾ അവളുടെ കവിള് എൻ്റെ കവിളിൻ്റെ അവിടെ എങ്ങനെയാണ് പിടിച്ചിട്ടുണ്ടായത്. അപ്പോൾ എന്നോട് ഉമ്മ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഉമ്മ കൊടുത്തിട്ടാ. ആ ടൈമിൽ ഭയങ്കര ചൂട്, ഇവിടെ നല്ല ചൂട്, ഇവിടെ ഫുള്ളിങ്ങനെ പൊതിഞ്ഞ് അങ്ങനെ അവളങ്ങനെ കൊണ്ടുപോയി. അപ്പം എനിക്ക് കാണിച്ചു തന്നിട്ട് അവളങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ അതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഒബ്സർവേഷനിൽ അവർ ഇടുമല്ലോ കുറച്ച് ടൈം. അപ്പോൾ അങ്ങനെ തന്നെ ലേബർ റൂമിലേക്ക് മാറ്റി. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ഉണ്ണീനെ NICUവിൽ കൊണ്ടുപോയി കേട്ടോ. NICUവിൽ കുറച്ച് നേരം ഇട്ടിട്ട് പിന്നെ അവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എന്നെ ലേബർ റൂമിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. എന്നെ അവിടെ കിടത്തി കുറച്ച് നേരം. കാരണം ബ്ലീഡിങ് കൊണ്ടോ കാര്യങ്ങൾ നമ്മൾ കൈമക്കൂടൊക്കെ ഇങ്ങനെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടാവും. ഫുൾ നമുക്കൊന്നും അനങ്ങാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ ഫുൾ ഇങ്ങനെ കിടത്തിക്കോ ബ്ലീഡിങ് ക്ലോട്ടിങ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം അവിടെ കിടത്തും. അപ്പം എൻ്റെ അടുത്ത് ഞാൻ അപ്പോൾ ചോദിച്ചു, എനിക്ക് അപ്പോൾ ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നെ അവിടെ കൊണ്ട് കിടത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉറങ്ങിക്കോട്ടെ, കിടന്ന് ഉറങ്ങിക്കോ, ഞങ്ങൾ പറയാം അപ്പോഴാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ, ഇപ്പോൾ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്ത് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ണീനെ ജസ്റ്റ് ഞാനിങ്ങനെ പിടിച്ചിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു മണിക്കൂറാന്ന് തോന്നുന്നു NICUവിൽ കിടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇനി ഇവിടെ പുറത്തിരിക്കണവർക്കൊക്കെ കാണാൻ പറ്റും, എനിക്ക് എപ്പോഴും കാണാൻ പറ്റണില്ല. ഞാൻ ഇനി എപ്പോഴും കാണാം, അതൊക്കെയാണ് ഞാൻ ചിന്തിക്കണം. ഇത് കഴിഞ്ഞാൽ റൂമിലേക്ക് തന്നെ പോകണമെന്നുള്ളത് എനിക്ക് നമ്മളപ്പം അങ്ങനെ ചിന്തിക്കില്ല. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് പിടിച്ചിരിക്കണം അങ്ങനത്തെ ഒരു ഇതാണ്. ഞാനൊക്കെ അതെന്ത് എന്നെ കൊണ്ടുപോകത്ത് എന്നെ എത്ര നേരം എടുക്കും. ഞാൻ നഴ്സുമാർ അവിടെയുള്ള നഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ എപ്പോഴാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് നേരം നമ്മളിവിടെ എടുത്തു. അവരെപ്പോഴാണെന്നുള്ള ടൈം പറയണില്ല, അതിന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കുറച്ച് നേരം നമ്മൾ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുള്ളൂ, ഇവിടെ എടുത്തും ബ്ലീഡിങ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കിടത്തി. ഞാൻ കിടന്ന് ഉപ്പാടുള്ളതെന്നൊക്കെ പറയില്ലേ. ഞാൻ എന്നിട്ട് അവരപ്പോൾ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് അവർ വന്നിട്ട് എന്നെ ചെക്ക് ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കും എപ്പോഴാണ് കൊണ്ടുപോകാന്ന് പറയുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ സഹിയിട്ടപ്പോൾ അവർ പറഞ്ഞു വൈകുന്നേരം 9 മണി 8 റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. 8:30 ഡെലിവറി രാവിലെ കഴിഞ്ഞാൽ എന്നെ 9 മണി വൈകിട്ടായിട്ടാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എന്തിനാ അത്ര നേരം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എണീക്കാൻ പറ്റും നോക്കട്ടെ, യൂറിൻ പാസ് ചെയ്യാനൊക്കെ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. അപ്പം തൊട്ട് എൻ്റെ മൈൻഡിൽ എനിക്ക് റൂമിലേക്ക് എങ്ങനെയെങ്കിലും പോകണം, അങ്ങനെയായിരുന്നു. ഈ ട്രിപ്പ് കാരണം അത് നോക്കി കിടക്കാൻ ഞാൻ ഇതെപ്പോൾ കഴിയുമെന്ന് വെച്ചിട്ട് അതാണ് ഞാൻ കഴിയുന്നതിനനുസരിച്ച് അവർ വേറെ കുപ്പി കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിയണമില്ലല്ലോ ദൈവമേ. അവസാനം ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഒരു 4 മണിക്കായപ്പോൾ ഉച്ചരിഞ്ഞ് 4 മണിയായപ്പോൾ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ തന്നെ ചായ കുടിക്കാം, അമ്മേനെ വിളിക്കാം. അതിൻ്റെ ഇടയിൽ ഇവളെ ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഫീഡ് ചെയ്യാനായിട്ട്. അമ്മ ഇവളെ കൊണ്ടുവരും, റൂമിൽ നിന്ന് കൊണ്ടുവരും, ഫീഡ് ചെയ്യാനായിട്ട് കൊണ്ടുവരും. എനിക്ക് എണീക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ പിടിച്ചു തരണം. അമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നടുവൊക്കെ ഇങ്ങനെ വളഞ്ഞ് നിന്നിട്ട് വേണം ആ ബെഡിൻ്റെ അവിടേക്ക് ഉണ്ണീനെ ഇങ്ങനെ പിടിച്ചു തരാനായിട്ട്. അപ്പം അമ്മ കുറച്ചല്ല നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ടൈമിൽ. അങ്ങനെ പിന്നെ അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കണോണ്ട് അമ്മയ്ക്ക് മാത്രമാണ് ഫീഡ് ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചേട്ടൻ്റെ മമ്മിക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവർ എൻ്റെ കൂടെ നിൽക്കണില്ലല്ലോ, റൂമിൽ നിൽക്കണില്ലല്ലോ, വീട്ടിൽ തിരിച്ചു പോകില്ല. അപ്പോൾ അമ്മ നിൽക്കുന്ന ആൾക്കാണ് ഉണ്ണീനെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 2 മണിക്കൂർ കൂടുമ്പോൾ ഇവിടെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഫീഡ് ചെയ്യാനായിട്ടില്ല ഞാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോൾ നഴ്സുമാർ പറഞ്ഞു എന്നാൽ ഞാൻ അമ്മേനെ വിളിക്കാം, എന്നിട്ട് ചായ മേടിച്ച് കൊണ്ടുവരാൻ പറയാം. ചായ കുടിക്കുന്നു പറഞ്ഞു, കാരണം നമുക്ക് യൂറിൻ പാസ് ചെയ്യണം. അപ്പോൾ ചായ കുടിക്കുക, ഫുഡ് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ബെന്നെ ചായയും മേടിച്ചു കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് അമ്മ അതൊക്കെ കൊണ്ട് റൂമിൽ വന്നു. എന്നിട്ട് ഞാൻ ചായയും ബെന്നൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു പൊക്കോ, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പറയാം, അപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. 6:30 ആകുമ്പോൾ റൂമിലേക്ക് വിടാട്ടാന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എണീക്കട്ടെ, ഞാൻ നടക്കട്ടെ എന്നൊക്കെ ചോദിച്ചോളി. അപ്പോൾ നിൽക്ക് ഞങ്ങൾ പറയാം, അപ്പോൾ എണീറ്റാൽ മതി. ഇവർ പറയണാണല്ലോ, എനിക്കാണെങ്കിൽ എണീക്കാനായിട്ട് എന്താ പറയുക എണീറ്റിട്ട് എങ്ങനെയെങ്കിലും റൂമിൽ വേണം, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് എണീക്കണ സമയത്ത് ചത്തു പോണ വേദന വരും ഈ സ്റ്റിച്ചിൻ്റെ, അത്ര വേദന എടുക്കും എന്നുള്ളത്. അതൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷെ ഇതൊക്കെ സഹിക്കാം, കുഴപ്പമില്ല, എങ്ങനെയും സഹിച്ച് പിടിച്ച് റൂമിൽ പോകാൻ പോകും. ഇപ്പോൾ ഇവരെ കുഴപ്പമില്ല. അതൊക്കെയാണ് ഞാൻ ചിന്തിക്കണം. ഇവളെങ്ങനെയെങ്കിലും അടുത്ത് കിട്ടും, ചേട്ടനെ കാണാം, അങ്ങനെയൊക്കെ കുറച്ച് നേരം അവരുടെ അടുത്തില്ല, എനിക്ക് അവരെ കാണണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. എന്നിട്ട് ഞാൻ അപ്പോൾ കുറച്ച് ഒരു 5 മണി ഒക്കെ ആയപ്പോഴത്തേനും എന്നോട് പറഞ്ഞു ഇനി തനിയെ എണീക്കാൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഈ നഴ്സുമാർ രണ്ടാൾ അവിടെ നിന്നുട്ടാ. ഇനി എണീക്കാൻ പറ്റിയില്ലെങ്കിൽ പിടിക്കാനായിട്ട് ഞാനപ്പം മെല്ലെ സൈഡ് തിരിഞ്ഞ് ആരും എന്നെ പിടിക്കേണ്ടതൊന്നുമില്ല. ഞാൻ ആ കമ്പിയുമ്പോൾ എന്നെ പിടിച്ചിട്ട്, കാരണം ആരെയും കൂടി ഞാൻ പിടിക്കാനായിട്ട് അവർ പിടിക്കുമ്പോൾ നമുക്ക് പെയിൻ കൂടും. നമ്മൾ തന്നെ എണീക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പെയിൻ വരില്ല, കാരണം നമ്മളാണല്ലോ പ്രഷർ എടുക്കുന്നത്. അവരുടെ പ്രഷർ നമ്മുടെ മേലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് കൂടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ എണീറ്റോളാം എന്ന് പറഞ്ഞിട്ട് വേദന ചെറിയ വേദന നമുക്ക് സഹിക്കാം. അങ്ങനെ ഞാൻ പതുക്കെ എണീറ്റിരുന്ന് കഴിഞ്ഞ് പതുക്കെ ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങി മെല്ലെ നടന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അതിശയം,
ആരും ഇതുപോലെ നടന്നിട്ടില്ല സിസേറിയൻ കഴിഞ്ഞിട്ട്. ഇത് എന്ത് വേഗം നടക്കണം, വേദന ഉണ്ട്, അപ്പം അതൊക്കെ നടന്നാൽ മതി എന്നൊക്കെ. എനിക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് റൂമിൽ പോയാൽ മതി എന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കണത്. അങ്ങനെ 2 റൗണ്ട് നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിനി യൂറിൻ പാസ് ചെയ്യാൻ പോകട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ കാര്യമായിട്ട് യൂറിന് ഉള്ള ബുദ്ധിമുട്ട്, അതായത് അത്രതായിട്ട് നിൽക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ പോട്ടെ. അപ്പം ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ പോയപ്പോൾ അവരും ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. കാരണം നമ്മൾ നോണം പറഞ്ഞാലും ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്ത് നിന്നിട്ട് നമ്മൾ പോയാലോ. അപ്പോൾ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടെ വന്നു. നോക്കിയപ്പോൾ കുഴപ്പമില്ലാണ്ട് യൂറിനൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവർ നമ്മുടെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ മാറ്റി, നമ്മൾ പാഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റിച്ച് നമ്മളുടെ അടുത്ത് റൂമിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വരണം. അപ്പോൾ ഡോക്ടർ ടൈം ആകുമ്പോഴേക്കും വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടറെ കോൾ ചെയ്തു. ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ, സ്റ്റിച്ചിൻ്റെ അവിടെ പെയിനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഫോണിൽ കൂടെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർ ഞാൻ നാളെ രാവിലെ റൗണ്ട്സിന് വന്ന് കാണാം. ഞാനിപ്പോൾ ഡോക്ടർ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ നാളെ രാവിലെ റൗണ്ട്സിന് വരുമ്പോൾ കാണാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയാലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ അവരുടെ അടുത്ത് പറഞ്ഞ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ലാന്ന്. അങ്ങനെ 6 മണിയായപ്പോൾ മറ്റേ സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ സി സെഷൻ കഴിഞ്ഞുകൊണ്ട് നമ്മൾ എന്നെ കിടത്തിയിട്ടാണ് റൂമിലേക്ക് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ സ്ട്രെച്ചറിലേക്ക് കയറ്റി കിടത്തി. അങ്ങനെ ലേബർ റൂമിലാണല്ലോ കിടക്കേണ്ടത്. ലേബർ റൂമിൽ നിന്ന് തന്നെ ഞങ്ങളുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ കുഞ്ഞുമണി ലയ അവിടെ ഡാഡയും ലയയും മമ്മിയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ അവർ റൂമിലേക്ക് കൊണ്ടുവന്ന് മെല്ലെ സ്ട്രെച്ചറിൽ നിന്ന് ബെഡിലേക്ക് അവർ കിടത്തി തന്നു. അതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു സി സെഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര പെയിനാണ്, സി സെഷൻ കഴിയുമ്പോൾ നല്ല വേദന ഉണ്ടാവും. അങ്ങനെ പെയിനോ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഓവർ പെയിൻ എന്ന് പറയാനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കറിയില്ല, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ പ്രഗ്നൻസി ആയാലും ഡെലിവറി ആയാലും ഞാൻ ഇപ്പോഴും പറയും എൻ്റെ മോളെ എന്നെ വേദന എടുപ്പിക്കാണ്ടാണ് പുറത്തേക്ക് വന്നതെന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയും. അത്ര പെയിനോ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം സഹിക്കാൻ പറ്റണ നമ്മളെല്ലാം സഹിക്കാൻ പറ്റണ ഒരു പെയിൻ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ഫീഡിങ്ങിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. നമ്മൾ പേടിച്ചാലും ടെൻഷൻ അടിച്ചാലും കരഞ്ഞാലും ഒക്കെ നമ്മളെല്ലാം ഓവർകം ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഒരു ഒറ്റയ്ക്കായിരുന്ന ലൈഫിൽ നിന്ന് നമ്മൾ മാരേജ് കഴിഞ്ഞ് 2 പേരുമായിട്ട് നമ്മളൊരു കപ്പിൾ ലൈഫിലേക്ക് വന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു പാരൻറ്റിങ് ലൈഫിലേക്ക് വന്നു. ഇപ്പം ഞങ്ങളുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരൻറ്റിങ് ലൈഫാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്തെങ്കിലും വന്നാലുള്ള ടെൻഷനാണ് എപ്പോഴും. ടെൻഷൻ, പേടി, വിഷമം, ചെറിയൊരു തുമ്മൽ വരുമ്പോഴേക്കും അയ്യോ എന്താ തുമ്മാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കും. അത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ ഓരോരോ സ്റ്റേജും അച്ചീവ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അങ്ങനെ എനിക്ക് എൻ്റെ ലെയ ബേബീനെ കയ്യിൽ കിട്ടി. ഞാനൊരു 9 മാസം വെയിറ്റ് ചെയ്ത് എന്നാണോ ഉണ്ടാവാന്ന് ചിന്തിച്ച് അവസാനം എൻ്റെ കുഞ്ഞുമണീനെ എനിക്ക് നവംബർ 22-ാം തീയതി എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടോ. നല്ല സുന്ദരി കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വേദനയൊന്നും ഒടിപ്പിക്കാതെ നല്ല കുട്ടിയായിരുന്നു കേട്ടോ. വേദനയും കാര്യങ്ങളൊന്നും എനിക്ക് എടുത്തിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത് അതാണ്, എനിക്ക് താങ്ങാൻ പറ്റണ വേദന മാത്രം തന്നോളൂ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റും, നമ്മൾ സഹിക്കും, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സി സെഷൻ അല്ലെങ്കിൽ സിസേറിയൻ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവളുടെ വെയിറ്റ് ബർത്ത് ടൈമിൽ 2.904 ആയിരുന്നു ഇവളുടെ ബർത്ത് ടൈമിൽ ഉണ്ടായിരുന്ന വെയിറ്റ്. അതുപോലെ 50 സെൻറ്റിമീറ്റർ ആയിരുന്നു അവള്. അത് കഴിഞ്ഞ് നമ്മളൊരു ഡിസ്ചാർജ് ടൈമൊക്കെ ആയപ്പോഴത്തേനും അവള് 2.700 സംതിങ് ആയിട്ടോ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫിഫ്ത്ത് ഡേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇപ്പം ഇതുവരെയും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല, സേഫാണ്. അപ്പം ഇതാണ് ലയയുടെ ഹാപ്പി ബർത്ത് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, യൂസ്ഫുൾ ആവും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.